RMWorldന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. A = 401 - 9. നമ്മളിതൊരു സിംഗിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ഇത്തരത്തിൽ നമ്മളൊരു സിംഗിൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മെട്രിക്സിന് എന്ത് പേരാണ് പറയുക? ഒരു മെട്രിക്സിനെ ഒരു സിംഗിൾ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അതായത് നമുക്കറിയാം 2 × 4 എന്താണ്? 8 ആണ്. 2 × 0 എന്താണ്? 0 ആണ്. 2 × 1 എന്താണ്? 2 ആണ്. 2 × -9 എന്താണ്? -18 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാൽക്കുലേഷൻസ് ഈ രീതിയിലാണ്. ഇവിടെ നമ്മൾ എന്താണ് ഈ മെട്രിക്സിനെ ഒരു നമ്പർ കൊണ്ടാണ്, അതായത് 2 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ത് പറയും? സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ. ഹൗ ടു ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 മെട്രിസസ്. എങ്ങനെ നമുക്ക് രണ്ട് മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം? പ്രൊഡക്റ്റ് ഓഫ് 2 മെട്രിക്സസ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോമ്പാക്റ്റിബിലിറ്റി ചെക്ക് ചെയ്യുക. കോമ്പാക്റ്റിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക മെട്രിക്സസ് കോമ്പാക്റ്റിബിൾ ആണെന്ന്? ഓർഡർ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. കോമ്പാക്റ്റിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡറിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അരിത്തമെറ്റിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? 3 × 5 എന്താണ്? 5 × 3 ആണ്. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ് മൾട്ടിപ്ലിക്കേഷൻ്റെ. അതായത് നമുക്ക് പറയാം x × y എന്ന് പറയുന്നത് =y × x ആണ്. എപ്പോൾ? if x and y are numbers. എക്സും വൈയും നമ്പേഴ്സ് ആണെങ്കിൽ മാട്രിക്സ് എ ബി എന്ന് പറയുന്നത് ബി എക്ക് ഈക്വൽ ആണോ? എപ്പോഴും അല്ല. അതായത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ല. മാട്രിക്സ് എ ബി നോട്ട് ഈക്വൽ ടു ബി എ ഓൾവേസ്. മൾട്ടിപ്ലിക്കേഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താണ്? ഡിഫറെൻ്റ് ആൻസേഴ്സ് ആണ് കിട്ടുക. അതായത് മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ്? ഓർഡർ മാറ്റർ ആണ്. നമുക്കറിയാം മാട്രിക്സ് എ ഇൻറ്റു മാട്രിക്സ് ബി എന്താണ്? മാട്രിക്സ് എ ബി. മാട്രിക്സ് ബി ഇൻറ്റു എ എന്താണ്? മാട്രിക്സ് ബി എ. കോമ്പാക്റ്റിബിലിറ്റി ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? എ ബി കോമ്പാക്റ്റിബിൾ ആവുക എപ്പോഴാണ്? നമുക്കറിയാം എയിലുള്ള മാട്രിക്സ് എയിലുള്ള കോളംസ് മാട്രിക്സ് ബിയിലുള്ള റോസുമായിട്ട് ഈക്വൽ എന്ന സമയത്ത് എ ബി എന്തായിരിക്കും? കോമ്പാക്റ്റിബിൾ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. മാട്രിക്സ് എ. മാട്രിക്സ് എയിലുള്ളത് എന്താണ്? 1 2 3 എലമെൻറ്റ്സ്. ഇവിടെ എത്ര റോവും എത്ര കോളം ഉള്ളത്? 3 റോവും 1 കോളം ഉള്ളത്. മാട്രിക്സ് ബിയോ? മാട്രിക്സ് ബിയിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 4 5 6 1 2 3. ഇവിടെ എന്താണ്? 2 റോവും 3 കോളംസും ഉള്ളത്. ഇത് കോമ്പാക്റ്റിബിൾ ആണോ? ഈ 2 മാട്രിക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, മാട്രിക്സ് എയും മാട്രിക്സ് ബിയും. കോമ്പാക്റ്റിബിലിറ്റി ഇതിൻ്റെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? അതായത് ഫസ്റ്റ് മാട്രിക്സിൻ്റെ കോളംസ് രണ്ടാമത്തെ മാട്രിക്സിൻ്റെ റോക്ക് ഈക്വൽ ആണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ എത്ര കോളമാണ് ഉള്ളത്? 1 കോളമാണുള്ളത്. ഇവിടെ എത്ര റോ ആണുള്ളത്? 2 റോസ് ആണുള്ളത്. അപ്പോൾ എന്താണ്? എയിലുള്ള കോളംസ് ബിയിലുള്ള റോസിന് ഈക്വൽ അല്ല, കോമ്പാക്റ്റിബിൾ അല്ല. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം.
ഇത് മാട്രിക്സ് എ ആണ്, ഇത് മാട്രിക്സ് ബി ആണ്. മാട്രിക്സ് എയിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 2ഉം 4ഉം. മാട്രിക്സ് ബിയിലുള്ള എലമെന്റ്സ് എന്താണ്? 1, 2, 3. ഇത് കോമ്പാക്റ്റിബിൾ ആണോ? അതായത് ഇവിടെ എത്ര കോളമാണ് ഉള്ളത്? ഒരു കോളം. എത്ര റോ ആണ് ഇതിലുള്ളത്? ഒരു റോ. അപ്പോൾ എന്താണ്? കോളംസ് ഇൻ എ ഈക്വൽ ടു കോളംസ് ഇൻ ബി. കോമ്പാക്റ്റിബിൾ ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇവിടെ എന്താണ്? മാട്രിക്സ് എയില് 2 എലമെന്റ്സ് ആണുള്ളത്, മാട്രിക്സ് ബിയിൽ 2 എലമെന്റ്സ് ആണുള്ളത്. ഇവിടെ എത്ര കോളാണ് ഉള്ളത്? ഒരു കോളാണ് ഉള്ളത്. ഇവിടെ എത്ര റോ ഉള്ളത്? 2 റോ ഉള്ളത്. അപ്പോൾ എന്താണ്? നോട്ട് കോമ്പാക്റ്റിബിൾ. അതായത് മാട്രിക്സ് എയിലുള്ള കോളംസ് മാട്രിക്സ് ബിയിലുള്ള റോസുമായിട്ട് ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതെന്താണ്? കോമ്പാക്റ്റിബിൾ അല്ല. നമുക്ക് ഇനി ബി എ നോക്കാം. ബി എ കോമ്പാക്റ്റിബിൾ ആവും എപ്പോഴാണ്? അതായത് ബിയിലുള്ള കോളംസ് എയിലുള്ള റോസിന് ഈക്വൽ ആയാൽ മാത്രമേ ബി എ കോമ്പാക്റ്റിബിൾ ആവുകയുള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1, 2, 3. നേരത്തെ അടുത്ത അതേ എക്സാമ്പിൾ തന്നെ. നമുക്ക് പക്ഷെ എന്താണ് ഇവിടെ കാണേണ്ടത്? ബി എ ആണ് കാണേണ്ടത്. ബി എന്റെ കോമ്പാക്റ്റിബിലിറ്റി ടെസ്റ്റ് നമുക്ക് എങ്ങനെയാ ചെയ്യുക? അതായത് ഇവിടെ എത്ര കോളംസ് ഉള്ളത്? ഇവിടെ 3 കോളമാണ് ഉള്ളത്. ഇവിടെ എത്ര റോ ആണുള്ളത്? 3 റോ ആണുള്ളത്. അപ്പോൾ എന്താണ്? ഇതിന്റെ കോളം, അതായത് ബിന്റെ കോളംസ് എന്റെ റോസുമായിട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതെന്താണ്? കോമ്പാക്റ്റിബിൾ ആണ്. ഒരു മാട്രിക്സിന്റെ കോളംസ് എന്താണ്? സെക്കൻഡ് മാട്രിക്സിന്റെ റോസിന് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.